ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറഞ്ഞത് ഇന്ന് ഈ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപക പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ഇന്ന് ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് തന്നെയാണ് ആവശ്യം. ശരത്ലാൽ ചേർന്ന വിവരങ്ങളുമായി. ശരത്ലാൽ, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപേ ഈ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിരുന്നു. ഈ വലിയ മർദ്ദനം അവർ ഏറ്റ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഡൽഹി അതീവ സുരക്ഷയിലാണോ? മാർച്ച് എത്ര മണിയോടെ ആരംഭിക്കാനാണ് തീരുമാനം? കേരള ഹൗസിന് മുമ്പുള്ള ജന്തർ മന്ദിറിൽ വെച്ചിട്ടാണ് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന്റെ യൂത്ത് വിഭാഗം, MSF തുടങ്ങിയ സംഘടന, ചുരുക്കത്തിൽ ഇന്ത്യ ബ്ലോക്കിലെ വിദ്യാർത്ഥി സംഘടനകൾ, തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ചുള്ള ഇന്ത്യ ബ്ലോക്കിലെ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരുമിച്ചാണ് ഇപ്പോൾ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുന്നത്. പാർലമെന്റ് ലോക്സഭ പിരിഞ്ഞ സാഹചര്യത്തിൽ രാജ്യസഭ മാത്രമേ ഇപ്പോൾ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ലോക്സഭയിലേക്കുള്ള മാർച്ച് എന്നതിനുപരി ഒരു പാർലമെന്റ് മാർച്ചായിട്ടും അതിനുശേഷം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ വസതിയിലേക്ക് മാർച്ച് നടത്താനുമാണ് ഇപ്പോൾ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ തീരുമാനം. ഏതായാലും ഐസ പോലെയുള്ള തീവ്ര ഇടതുപക്ഷ സംഘടനകളും ഈ മാർച്ചിൽ പങ്കാളികളാവുന്നതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ തന്നെ ഇപ്പോൾ ജന്തർ മന്ദിറിലേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇരുഭാഗങ്ങളും ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ഏതായാലും വിദ്യാർത്ഥികളും പോലീസും ഈ രാജ്യവ്യാപകമായി നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. ഇന്ന് ജന്തർ മന്ദിറിൽ നിന്ന് പാർലമെന്റിലേക്കുള്ള മാർച്ച് നടത്തും. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആവശ്യം. അങ്ങനെ രാജ്യതലസ്ഥാനം കടുത്ത സുരക്ഷാ വലയത്തിലാണ്. ഡൽഹിയിൽ നിന്ന് ശരത്ലാലാണ് വിവരങ്ങൾ നൽകിയത്.